ഞങ്ങൾ എണീറ്റ് വന്നപ്പോൾ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും സാരില്ല, വേഗം കുളിച്ച് കാവ് കയറി. ഇപ്രാവശ്യത്തെ പരിപാടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒരു പരിപാടി നമ്മൾ വേണ്ടാന്ന് വെച്ചതായിരുന്നു. കാരണം തിറയും കാര്യങ്ങളും ഒന്നും നമ്മൾ വേണ്ടാന്ന് വെച്ചതായിരുന്നു. ആ സമയത്താണ് നമുക്കൊരു സ്പോൺസർ വന്നതും അതേപോലെ തന്നെ 2 തരം കൽവിളക്ക് കൊണ്ടുവന്നതും അതിൻ്റെ പ്രതിഷ്ഠയും എല്ലാം നടന്നത്. നമ്മുടെ കാവിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് അവിടെ കോമരങ്ങൾ എന്ന് പറയുന്നത് പെണ്ണുങ്ങളാണ്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കാവിൽ വരാറുണ്ട്. പിന്നെ അതേ നമ്മുടെ MLA ശ്രീ ലിൻഡോ ജോസഫ് നമ്മുടെ കാവ് കാണാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാവിൽ ഇതേ തിറത്തയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നാദം തിറയാട്ട കലാസമിതി പന്നിക്കോടുള്ളവരായിരുന്നു. ഇവരുടെ തിറ ടീം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഇവരുടെ വേഷമാണെങ്കിലും പിന്നെ മുഖത്ത് വരച്ച വരയാണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. വെടിക്കെട്ടോട് കൂടിയുള്ള താലപ്പൊലി വരവാഘോഷമായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. വരവ് വരുന്ന സമയത്ത് ഇത് റോഡ് സൈഡിലുള്ള ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെ വിളക്കും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. താലപ്പൊലി ഇത് കാവിലേക്ക് കയറിയ ഉടനെ തന്നെ നമ്മളെ ആനയിക്കാനായിട്ട് നമ്മുടെ ഭഗവതിമാർ ഇത് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഭഗവതീൻ്റെ ഒരു കലാശക്കൊട്ട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നാഗവും കയറി. പിന്നെ ചുടലഭദ്രകാളി ഒരു ആറാട്ട് തന്നെയായിരുന്നു. പുലർച്ചെ 4 മണിയോടെ അത് ഗുളികനും കയറി. അതിനുശേഷം നമ്മുടെ കാലന്മാർ പരിപാടിയായിരുന്നു. അതായത് ഗുളികൻ്റെ കൂടെയുള്ള കാലന്മാർ പരിപാടിയായിരുന്നു. അവരുടെ പരിപാടി മാത്രമായിട്ട് ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.